പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ട്രസ്റ്റ് ബേ ഫിൻസേർവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കോർപ്പറേറ്റ് ബോഡി അവർ മ്യൂച്വൽ ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടിലേക്ക് സാധാരണ ജനങ്ങളെ സേവിങ്ങിനെ പറ്റി വലിയ താല്പര്യമില്ലാത്ത, വലിയ അവബോധമില്ലാത്ത സാധാരണക്കാരെ സേവിങ്ങിനെ പറ്റി പഠിപ്പിക്കാനും മ്യൂച്വൽ ഫണ്ട് എന്ന ഏറ്റവും ഉദാത്തമായ സേവിങ് മേഖലയിലേക്ക് അവരെ കൊണ്ടുവരാനും ആകർഷിക്കാനും വേണ്ടി ശ്രമം നടത്തുന്ന ഒരു കോർപ്പറേറ്റ് ബോഡിയാണ് ഈ ട്രസ്റ്റ് ബേ ഫിൻസേർവ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഫിനാൻഷ്യൽ സർവീസസിനെ പറ്റിയും ഫിനാൻഷ്യൽ എംപവർമെൻറ്റിനെ പറ്റിയും നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ രാവിലെ പത്രം എടുത്തു നോക്കൂ, ഒന്നാമത്തെ പേജ് തന്നെ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന പത്രമാണ്, ഒന്നാമത്തെ പേജ് തന്നെ അഡ്വർടൈസ്മെൻറ്റാണ്. ചിലപ്പോൾ 2-3 പേജുകൾ പോലും അഡ്വർടൈസ്മെൻറ്റായിട്ട് പോകും. ഇനി നിങ്ങളൊരു മീഡിയ തുറക്കുക, TV ചാനൽ തുറക്കുക, വരുന്നത് എല്ലാം, അതായത് നമ്മൾ അത്യാവശ്യമായ ഒരു ന്യൂസ് കേൾക്കാനായിരിക്കുന്നെങ്കിൽ പോലും ആ ന്യൂസിൻ്റെ പകുതി ആകുമ്പോഴേക്കും ഒരു ചെറിയ ബ്രേക്ക് എന്നും പറഞ്ഞ് അവർ അഡ്വർടൈസ്മെൻറ്റിലേക്ക് പോകും. ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ബഹളമാണ്. ഈ അഡ്വർടൈസ്മെൻറ്റ്സൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മളെപ്പറ്റി, അതായത് 25 കോടിയുടെ സമ്മാനം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വലിയ പൊള്ളയായ വാഗ്ദാനങ്ങൾ, ഒരിക്കലും ഒരു മണ്ടനോ മണ്ടിക്കോ മാത്രം വിശ്വസിക്കാവുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ശ്രോതാക്കളുടെ മുൻപിലേക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ വായനക്കാരുടെ മുൻപിലേക്ക് വെച്ച് ശരിക്ക് നമ്മുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്നവരാണ് ഈ അഡ്വർടൈസ്മെൻറ്റുകാരെല്ലാം. അപ്പോൾ അങ്ങനെ അഡ്വർടൈസ്മെൻറ്റിൽ വീണു പോകുന്നത് കൊണ്ട് എന്താണ് സാധാരണ മലയാളിക്ക് പറ്റുക? സാധാരണ മലയാളിക്ക് എന്ന് പറയുമ്പോൾ മലയാളിയുടെ ഒരു പ്രത്യേകതയും കൂടി എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 2.43% അതായത് കേരളത്തിൻ്റെ പോപ്പുലേഷൻ. പക്ഷേ ഈ 2.43% ജനങ്ങൾ ഇന്ത്യയുടെ ആകെ ഉപഭോഗത്തിൻ്റെ 10% ഉപഭോഗിക്കുന്നു അഥവാ വാങ്ങുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, 2.4% പോപ്പുലേഷൻ 10% ഇന്ത്യയിലെ ഉപഭോഗം നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ പോക്കറ്റ് എങ്ങനെയാണ് ഈ അഡ്വർടൈസേഴ്സ്, ഈ പ്രചാരകർ കൊള്ളയടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണം വേണ്ട. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത്, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഒരിടത്തും ഒരു കാലഘട്ടത്തിൽ ഇത്ര ഭീകരമായ രീതിയിൽ കൊള്ളയടിക്കുന്ന ഈ പ്രചാരണ ആയുധം, ഈ അഡ്വർടൈസ്മെൻറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല. അതാണ് അവസ്ഥ. അപ്പോൾ കേരളത്തിലുള്ളവരെ എങ്ങനെ വേണമെങ്കിലും ഈ തരത്തിൽ വാക്ചാതിരി കൊണ്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് കൊള്ളയടിക്കാമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയധികം അഡ്വർടൈസ്മെൻറ്റ്സും ഇത്രയധികം ഉപഭോഗവും കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലുള്ളവരുടെ പോക്കറ്റ് കാലിയായി പോകുന്നതും ഇടയ്ക്ക് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരിക, അങ്ങനെ പലതരത്തിലുള്ള ദുരന്തങ്ങൾ, കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വീടും പരിസരങ്ങളും എല്ലാം വിൽക്കേണ്ടി വരിക എന്ന് തുടങ്ങി എന്തൊക്കെ സങ്കടകരമായ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ട്രസ്റ്റ് ബേ ഫിൻസേർവ് ലിമിറ്റഡിനോട് എനിക്ക് ഒരു താല്പര്യം തോന്നിയത്. കാരണം ഇവർ നമ്മളെപ്പോലെയുള്ളവരിൽ, അതായത് ഒന്നും നോക്കാതെ ഉപഭോഗത്തിലേക്ക് ഉപഭോഗ തൃഷ്ണ കൊണ്ട് വീഴുന്നവർ, അത്തരക്കാരിൽ ഒരു മിതവ്യയശീലം, അതായത് എന്തെങ്കിലും നാളേക്ക് കണ്ടുവെക്കണം, അങ്ങനെ നമ്മുടെ പോക്കറ്റ് വെറുതെ കാലിയാക്കരുത് എന്ന ഒരു ധാരണ സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഉള്ള പണം എത്ര കൂടുതലാകട്ടെ എത്ര കുറവാകട്ടെ, എത്ര കുറവുള്ളവരും ഓർമ്മിക്കേണ്ട കാര്യം, കൂടുതലുള്ളവർക്കൊന്നും ഓർമ്മിക്കേണ്ട, ഇഷ്ടം പോലെ ചിലവഴിച്ചാലും അവർക്ക് പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതിനുള്ള വരുമാന മാർഗ്ഗം ഉള്ളത് കൊണ്ടാണല്ലോ വളരെയധികം ഇൻകം ഉള്ളത്. നേരെ മറിച്ച് സാധാരണ ഒരു മലയാളി അങ്ങനെയല്ല. അത് ഗൾഫിൽ നിന്ന് പണം വരുന്നവരാകട്ടെ, ഗൾഫിൽ നിന്ന് പണം അയക്കുന്നവർക്കറിയാം അവരെത്ര കഷ്ടപ്പെട്ട് എത്ര മിതവ്യയം പാലിച്ചാണ് അവിടെ ഓവർ ടൈം വർക്ക് ചെയ്തൊക്കെയാണ് പൈസ ഉണ്ടാക്കി ഇങ്ങോട്ട് അയക്കുന്നത്. അങ്ങനെയുള്ള പണം വരുന്നത് നമ്മൾ കേട്ടതാണ്. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു പിതാവിൻ്റെ മകൻ 5 പേരെ കൊന്നത്. എന്തിനാണ് കൊല്ലേണ്ടി വന്നത്? അവൻ്റെ ആർഭാടം. നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് എത്ര കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് അയക്കുന്ന പണമാകട്ടെ, അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം മക്കളാകട്ടെ, യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ ചെലവഴിക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ് മലയാളികളുടെ സമൂഹം. അപ്പോൾ ഇവിടെ നമുക്ക് മിതവ്യയശീലം പഠിച്ചേ മതിയാവൂ.
അത് നാം തന്നെ പ്രാക്ടീസ് ചെയ്തേ മതിയാകൂ. നമ്മുടെ കയ്യിൽ കിട്ടുന്ന വരുമാനം എത്രയാകട്ടെ അതിൽ നിന്ന് ഒരു ഭാഗം നാം മാറ്റി വെക്കണം. എവിടെയാണ് മാറ്റി വയ്ക്കുക? നമ്മൾ പെട്ടിക്കകത്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാലോ, അല്ലെങ്കിൽ ബാങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ കൊണ്ട് ഇടാമെന്ന് വെച്ചാലോ അത് നമ്മളെടുത്ത് ഉപയോഗിക്കും. ഒരത്യാവശ്യം വന്നാൽ, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അത്യാവശ്യം സൃഷ്ടിക്കും, അങ്ങനെ അതെടുത്ത് ഉപയോഗിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്തിരി കെട്ടുപാടുകളോടെ ഒരു സേവിങ് സ്കീം ഉണ്ടാകണം. ആ സേവിങ് സ്കീമാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട്സ്. അതാണ് ഈ ട്രസ്റ്റ് ഫിൻസേർവ് ലിമിറ്റഡ് നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്ന മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് വളരെ വിശ്വസ്തയോടുകൂടി, കാരണം മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് തരം കമ്പനികളിലേക്കാണ്. അതായത് ഈ മ്യൂച്വൽ ഫണ്ട്സിൽ ഏത് മ്യൂച്വൽ ഫണ്ടാണെങ്കിലും ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഏത് മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നത് എങ്കിലും അത് ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ട്രസ്റ്റ് ഫിൻസേർവ് ലിമിറ്റഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ എല്ലാ ചട്ടവട്ടങ്ങളും പഠിച്ചതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഏത് മ്യൂച്വൽ ഫണ്ടിലാണോ, ഈ ട്രസ്റ്റ് ഒരു മ്യൂച്വൽ ഫണ്ട് അല്ല, ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻ്റർമീഡിയറി മാത്രമാണ്. അതായത് ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അവരുടെയൊക്കെ അഡ്വാൻറ്റേജസ് എന്താണ്, അവരുടെയൊക്കെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമ്മളെ വളരെ വ്യക്തമാക്കി പറഞ്ഞു തരുന്ന ഒരു മീഡിയേറ്റർ മാത്രമാണ് ഈ ട്രസ്റ്റ് ഫിൻസേർവ് എന്ന് പറയുന്ന കമ്പനി. അപ്പം നമ്മൾ ഈ കമ്പനി വഴിയായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് നമുക്കിഷ്ടമുള്ള ഒരു സ്മോൾ ക്യാപ്പോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പോ അല്ലെങ്കിൽ ലോങ് ക്യാപ്പോ അങ്ങനെ ഏതോ ആകട്ടെ, ഏത് തരത്തിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിന് എന്ത് സംഭവിക്കുന്നു അത് നമ്മൾ ആലോചിക്കണം. മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിച്ച ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനെ ഡൈവേഴ്സിഫൈ ചെയ്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്കായിട്ട് ഇതിനെ ഡൈവേഴ്സിഫൈ ചെയ്യും. അപ്പം ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിൽ നഷ്ടം സംഭവിച്ചു എന്നിരിക്കട്ടെ, നമുക്ക് പേടിക്കാനില്ല. മറ്റ് പല മാർഗ്ഗങ്ങളിൽ നിന്ന് ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുന്ന കാരണം ഒന്നിലോ രണ്ടിലോ നഷ്ടം വന്നാൽ പലതിൽ ലാഭം വരും. കൈ നമുക്ക് അതുകൊണ്ട് നന്മയെ ഉണ്ടാകും. നമ്മുടെ വരുമാനത്തിൽ നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വർധനവ് ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ, അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ താഴെയും പോയെന്നിരിക്കും. പക്ഷേ ഇൻ കോഴ്സ് ഓഫ് ടൈം അത് വീണ്ടും വർദ്ധിച്ചു വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചാനലാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന്. ആ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ മീഡിയേറ്ററായിട്ടാണ് നമുക്ക് ഈ പറയപ്പെട്ട ട്രസ്റ്റ് ഫിൻസേർവ് ലിമിറ്റഡ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് ഈ ട്രസ്റ്റ് ഫിൻസേർവ് ലിമിറ്റഡ് വഴി, അതിലല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അവർ വഴി നിങ്ങൾക്ക് താല്പര്യമുള്ള മ്യൂച്വൽ ഫണ്ട്സ് കണ്ടുപിടിച്ച് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ സേവിങ് ശീലം മെച്ചപ്പെടുത്തുക, ഭാവിയിലേക്ക് വേണ്ടി കരുതി വയ്ക്കുക. അങ്ങനെ ഭാവിയിലേക്ക് കരുതി വയ്ക്കുന്നത് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാകാം പ്രയോജനപ്പെടുന്നത്, അല്ലെങ്കിൽ പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയാകാം പ്രയോജനപ്പെടുന്നത്. അതൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ തന്നെ ചിലവുകൾക്ക് വേണ്ടിയാകാം. നമ്മൾ മക്കളെയോ മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു നടപടിയായിട്ട് വേണം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാക്കാൻ. നന്ദി.